അലമ്പാവുന്നവർക്ക് ഏത് അറ്റം വരെയും അലമ്പാവാം. നന്നാവണമെങ്കിലും അതേപോലെ എന്ത് ചെയ്യാം. രാഷ്ട്രീയമാണെങ്കിൽ കളിക്കാവുന്ന രാഷ്ട്രീയം വന്നു നിൽക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാവുന്ന ഒരു ലോഞ്ച് പാഡാണ് മഹാരാജ്. ഇവരെല്ലാം ഇങ്ങനെ ആവുന്നതിൻ്റെ പുറകിൽ മഹാരാജസിൻ്റെ ഒരു അന്തരീക്ഷം ഇത് സൃഷ്ടിച്ച, അല്ലെങ്കിൽ അതിന് തകരാറ് വരുത്താതെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഇത് മനുഷ്യനെ മോൾഡ് ചെയ്യുന്ന വലിയൊരു മെഷീനാണ്. ഒരു ലോഞ്ച് പാഡാന്ന് പറയുന്നതാണ്. അത് മാത്രമല്ല, മഹാരാജസിന്റെ മറ്റൊരു പ്രത്യേകത, മഹാരാജസിന്റെ കാലത്തുണ്ടായിരുന്ന നമ്മുടെ സൗഹൃദങ്ങൾ, ഐ തിങ്ക് ദാറ്റ് ഇസ് ലൈഫ് ലോങ്. ഇപ്പൊ സ്കൂളിലെ സൗഹൃദങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോട് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. മഹാരാജസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് അങ്ങേറ്റം കടപ്പാടും ഇഷ്ടമുള്ള ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. ഫിലോസഫി എടുത്തിരുന്ന രാജമ്മ മിസ്, സൈക്കോളജി എടുത്തിരുന്ന, അബ്നോർമൽ സൈക്കോളജി എടുത്തിരുന്ന രാജലക്ഷ്മി മിസ്, പിന്നെ രാമേന്ദ്രൻ സാറ്, പിന്നീട് സന്യാസിയായിട്ട് മാറിയത്. രാമേന്ദ്രൻ സാറിൻ്റെ ലൈഫാണ് എനിക്ക് അഥർവ എഴുതാൻ ഇൻസ്പിറേഷനായത്. ഒരുപാട് പേര്, മഹാരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൊരു കലാലയമല്ല, അതിനപ്പുറത്തേക്ക് ഒരു എന്താ പറയണത്, നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുന്ന, നിങ്ങളെന്തായാലും അതിനെ മോൾഡ് ചെയ്തെടുക്കുന്ന വലിയൊരു മെഷീനാണ്. കാരണം സൊസൈറ്റിയുടെ നേരെ ഒരു ക്രോസ് സെക്ഷനാണ് അവിടെ കിടക്കുന്നത്. അലമ്പാവുന്നവർക്ക് ഏത് അറ്റം വരെയും അലമ്പാവാം. നന്നാവണമെങ്കിലും അതേപോലെ ഇത് ചെയ്യാം. രാഷ്ട്രീയമാണെങ്കിൽ കളിക്കാവുന്ന രാഷ്ട്രീയം വന്നു നിൽക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാവുന്ന ഒരു ലോഞ്ച് പാഡാണ് മഹാരാജ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി, വയലാർ രവി, എ.കെ. ആൻ്റണി, ഇതിൻ്റെ എല്ലാം അവരുടെ മുഴുവൻ ലോഞ്ച് പാഡായിരുന്നു മഹാരാജ്. ഇതേപോലെ ലിറ്ററേച്ചർ, പെർഫോമേഴ്സ്, എത്ര ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാലും എത്ര പേരെ പറയാൻ പറ്റും. ബാലേന്ദ്രൻ ചുള്ളിക്കാട്, വിജയലക്ഷ്മി, ഇങ്ങനെ എത്രയോ പേര്, സിംഗേഴ്സ്, ഡയറക്ടേഴ്സ്, അമൽ നീരദ്, അൻവർ റഷീദ്, എണ്ണം പറയാൻ. അതേപോലത്തെ കോളേജാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവരെല്ലാം ഇങ്ങനെ ആവുന്നതിൻ്റെ പുറകിൽ മഹാരാജസിൻ്റെ ഒരു അന്തരീക്ഷം ഇത് സൃഷ്ടിച്ച, അതിന് തകരാറ് വരുത്താതെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന, നമുക്കൊക്കെ മാനസികമായിട്ട് ഒരുപാട് കംഫർട്ടും, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. കാരണം ഞാൻ മഹാരാജസിൽ നിന്ന് പോകുന്ന ശേഷം ഞാൻ പിന്നീട് മഹാരാജസിൽ ചെല്ലുമ്പോൾ ഞാൻ രാജലക്ഷ്മി മിസ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ. ഒരു മിസ്സ് വളരെ നിരാശയോടുകൂടി പറഞ്ഞത്, എല്ലാം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ പോലെ ബെല്ലടിച്ച എഴുന്നേറ്റ് ഓടുന്ന പിള്ളേരാണ്, നിങ്ങളുടെ പോലെ കുരുത്തം ഘട്ടങ്ങളൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ മാരേജിൻ്റെ ആ കാലഘട്ടം, അതിൽ ഏറ്റവും ഇതായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജമ്മ മിസ് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ പി ഗോവിന്ദപിള്ളയുടെ വൈഫാണ്. അപ്പോൾ എനിക്ക് ഫിലോസഫിയോടുള്ള താല്പര്യം അറിഞ്ഞിട്ട് രാജമ്മ മിസ്സും അവരുടെ വീട്ടിലേക്ക്, അന്ന് പി ഗോവിന്ദപിള്ള ദേശാഭിമാനിയുടെ എഡിറ്ററാണ്, അവർ താമസിക്കുന്നത് പാലാരോട്ടത്ത്. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോവും. ആ വീട് അത്ഭുതപ്പെടുത്തുന്നൊരു വീടായിരുന്നു. കാരണം ഷെൽഫിലൊന്നും വെക്കാൻ സ്ഥലമില്ലാതെ ബുക്ക് മതിലിനോട് ചേർന്ന് അടക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പ്രദർശിപ്പിക്കുകയല്ല ചെയ്തേക്കുന്നത്. നമ്മൾ ഒരു ലൈബ്രറി പോലെ നമ്മുടെ വീട്ടിലൊക്കെ ബുക്ക് ഒരു ഷോക്ക് കേസ് ചെയ്ത് വെക്കുമല്ലോ, ഇതല്ല, മറിഞ്ഞ് വീഴാതിരിക്കാൻ മതിലിനോട് ചേർത്ത് ഇങ്ങനെ ഈ മതിൽ മുഴുവൻ ചാരി വെച്ചിരിക്കുന്ന ബുക്കുകൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു സ്വർണ്ണഖനി തുറന്നു കിട്ടിയ പോലെ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുകയും, എനിക്കറിയില്ല, രാജമ്മ മിസ് ഇന്നില്ല, വളരെ വിഷമത്തോടു കൂടി. കാരണം ഞാൻ ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഒരു കാര്യം നടന്നാൽ എറണാകുളത്ത് അറിയില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്, ന്യൂസ് ആണെങ്കിലെല്ലാം. ഞാനിപ്പോൾ രാജലക്ഷ്മി മിസ്സിൻ്റെ മകളുണ്ട് പാർവതി കഴിഞ്ഞ ദിവസം കാണുമ്പോഴാണ് പറഞ്ഞത് അമ്മയുടെ മരണത്തിനെ പറ്റി. ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് ഒരു പെട്ടെന്ന് ഷോക്കായിരുന്നു. കാരണം വെച്ചാൽ അത്രയും അടുപ്പം
കീപ്പ് കാരണം ആ അടുപ്പം എൻ്റെ അടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം മിസ്സിനുണ്ടായിരുന്നില്ല. എന്തിന്? ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കി തരിക, വേണ്ട ബുക്സ് എടുത്ത് തരിക, ഭക്ഷണം തരിക, എന്തോ ഒരു വല്ലാത്ത അടുപ്പം എൻ്റെ അടുത്ത് കീപ്പ് ചെയ്തിരുന്നു. ഞാൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം തരുക. അതുപോലെ തന്നെ എന്താ രാജലക്ഷ്മി മിസ് നിത്യതിന്യതിയുടെ കസിനാണ്. അപ്പോൾ നിത്യതിന്യതി എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും താമസിച്ചിരുന്ന മിസ്സിൻ്റെ വീട്ടിലാണ്. അപ്പോൾ യതി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് പറയും, മിസ് യതി വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ കാണാൻ വേണ്ടി പോവും. എത്രയും ദിവസങ്ങൾ ഞാൻ യതിയായിട്ട് വളരെ കാഷ്വലായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെന്നറിയോ. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഈ മഹാരാജസിൻ്റെ ഒരു കണക്ഷനിലാണ് കിട്ടിയിരുന്നത്. ഒപ്പം എപ്പോൾ വേണമെങ്കിലും ആർക്കും വന്നിരിക്കാവുന്ന മലയാളം ക്ലാസ്സുകൾ. മഹാരാജസിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതായിരുന്നു. അതായത് നമ്മൾ മലയാളം MA ക്ലാസ്സിലും BA ക്ലാസ്സിലൊക്കെ അതല്ല പഠിക്കുന്നതെങ്കിൽ പോലും പോയിരിക്കുമായിരുന്നു. അവിടെ ഇരുന്നിട്ട് ഈ സാനു സാറിൻ്റെ ക്ലാസ്, ലീലാവതി ടീച്ചറിൻ്റെ ക്ലാസ്, തുറവൂർ വിശ്വംഭരൻ്റെ ക്ലാസ്, അങ്ങനെ എത്രയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മനുഷ്യനെ മോൾഡ് ചെയ്യുന്ന വലിയൊരു മെഷീനാണ്. ഒരു ലോഞ്ച് പാഡാണെന്ന് പറയുന്നത് അതാണ്. അത് മാത്രമല്ല, മഹാരാജസിൻ്റെ മറ്റൊരു പ്രത്യേകത, മഹാരാജസിൻ്റെ സൗഹൃദങ്ങൾ, മഹാരാജസിൻ്റെ കാലത്തുണ്ടായിരുന്ന നമ്മുടെ സൗഹൃദങ്ങൾ, ഐ തിങ്ക് ദാറ്റ് ഇസ് ലൈഫ് ലോങ്. ഇപ്പോൾ സ്കൂളിലെ സൗഹൃദങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോട് വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ മഹാരാജസിൽ വന്നിട്ടുണ്ടായിരുന്ന സൗഹൃദങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എല്ലാവരുമായിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ മഹാരാജസിൽ പഠിച്ച ചിലവരാണ്. എൻ്റെ അനുഭവമാണ് കേട്ടോ. ഇത്ര കാലമായിട്ടും ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന, അവരുടെ ലൈഫും അവരുടെ ഇഷ്യൂസും എല്ലാം നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന എത്രയും ഫ്രണ്ട്സാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ആ മഹാരാജസ് ഒരു പക്ഷേ കൂടുതൽ കാലം, ഇപ്പോൾ എനിക്ക് എൻ്റെ സമയത്തോളം BA 3 വർഷവും പിന്നീട് MA പീരീഡ് 2 വർഷവും, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഭാരതീയ ഭവനിൽ ജേർണലിസം ചെയ്തത്. എന്തായാലും ഒരു 5-6 വർഷം ഈ മഹാരാജസിനകത്ത് തന്നെ അതും കൂടി കൊണ്ടിട്ടാണോ എന്നറിയില്ല. പക്ഷേ അത് ആരൊക്കെ വന്നാലും അവിടെ നിന്ന് കിട്ടിയ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഈ 60-ാം വയസ്സിലും നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് മഹാരാജസ് ഉണ്ടാക്കിയ സൗഹൃദങ്ങൾ. എനിക്ക് തോന്നുന്നു ഗൾഫിലൊക്കെയുള്ള ഓർമ്മയെന്നൊക്കെ പറയുന്ന മഹാരാജസിൻ്റെയൊക്കെ ഈ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അസോസിയേഷനാണ്. ഒരുപാട് പേരുള്ളത്. അവർക്കൊക്കെ വളരെ അടുത്ത ബന്ധം അവർ കീപ്പ് ചെയ്യുന്നുണ്ട്.